എൻ്റെ മക്കള് ബോൾഡാണ് ഓൾറെഡി. എൻ്റെ അമ്മയുടെ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം എൻ്റെ അമ്മ ഒരു ആക്ട്രസ് ആണ്, ആക്ട് ചെയ്യും, നോട്ട് എ ലൈഫ്. മനസ്സിലായോ? താങ്കൾ തന്നെ പറഞ്ഞു ഞാൻ അതിൽ എൻജോയ് ചെയ്തു, ഇറ്റ് വാസ് ഗുഡ്. എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. നമ്മുടെ ലൈഫാണ്. ഇപ്പൊ നമുക്ക് ഒരു അല്ല ആക്ടിങ് ആണെന്ന് പറയും, ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ലൈഫാണ്. നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, ആവശ്യത്തിന് കാശുണ്ടാകണം, ആവശ്യത്തിന് സ്വർണ്ണം ഇടണം. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ചെരുപ്പാണെങ്കിലും എനിക്കിഷ്ടമുള്ളത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആവാസം ഒന്നും ഞാൻ പറയുന്നില്ലല്ലോ, ഇത് എല്ലാവരും കാണുന്നല്ലേ. ഞാൻ ആവാസം ചെയ്യുന്നു. എന്തുകൊണ്ട് കേരളത്തിലെ ആൾക്കാർ അല്ലേ പോട്ടെ ഈ ലോകത്തുള്ള ആൾക്കാർ കാണുന്നു? അതിന് ആവാസം എന്ന് പറഞ്ഞാൽ തള്ളിയാൽ പോരെ? എന്നെ ഇത് കണ്ട് ആസ്വദിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. അതൊന്നും എനിക്ക് ആ ഒരു വിഷയമല്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ. പക്ഷെ ഇവിടെ വേറൊരു ചോദ്യം വരുന്നത്, ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന പല ആൾക്കാർ പറയുന്നു 4 തവണ ഒരാളുമായിട്ട് എന്നല്ല 4 പേരായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ വികാരം, അതിന്റെ ഫീലിങ്സ് എല്ലാം അപ്പൊ നഷ്ടപ്പെടുന്നു. പിന്നെ അതൊരു പ്രക്രിയ, അതൊരു മെക്കാനിസമായി മാറുന്നു എന്നാണ് പറയുന്നത്. താങ്കൾ ഇപ്പോൾ ഞാൻ 4 പേരെ ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല? ഇല്ല. എനിക്ക് എന്റെ ഹസ്ബൻഡൂടെ കിടക്കുമ്പോൾ എനിക്ക് വികാരം പോകേണ്ട ആവശ്യമില്ല. ഇല്ല. ദിവസം ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഒരു വികാരത്തിന് കുറവില്ല. ഇത് മടുക്കണില്ലേ? എന്തിന്? പിന്നെ ഇത് ഫുഡ് കഴിക്കുന്നതിന്റെ കൂട്ടാ കിട്ടുന്ന രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും തിന്നുവരുന്നവരുണ്ട്. അത് കല്യാണം കഴിക്കാത്തോണ്ടാ, കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. കല്യാണം കഴിച്ചാ അപ്പൊ ഇതൊന്നും നടക്കണില്ലേ? നടക്കുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും